അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇനി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് OAയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് കൂടുതൽ നോക്കേണ്ടത്, പരീക്ഷ എപ്പോഴാണ്, സിലബസ് എങ്ങനെയാണ്, ഈ കഴിഞ്ഞു പോയ പരീക്ഷകളെ മുൻനിർത്തിക്കൊണ്ട് ഈ വരാൻ പോകുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. സോ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. ഒന്നാമത്തെ കാര്യം, ഈ സാധാരണ നമ്മുടെ വേരിയസിന്റെ LGSന്റെ പരീക്ഷ ഡേറ്റ് വന്നു. നമ്മളിപ്പോൾ നവംബർ മാസത്തിലെ പരീക്ഷ എഴുതാൻ പോവാം. അപ്പൊ ഈ പരീക്ഷയും നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യ ചോദ്യം. ഒന്നാമത്തെ അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ വേരിയസ് LGSന്റെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 7ാം ക്ലാസ് യോഗ്യതയാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടത്. ഈ 7ാം ക്ലാസ് യോഗ്യത ഉണ്ടാകണം. മാത്രമല്ല ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയാണ്. ഡിഗ്രി ഉള്ളവർക്കും എഴുതാം. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു പരീക്ഷയാണിത്. അപ്പം 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ ആയതുകൊണ്ട് ഇതൊരു 10th ലെവൽ പരീക്ഷയാണെന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മയിൽ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈ വരാൻ പോകുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ ഒരുപാട് പ്രതീക്ഷ ഉള്ളൊരു തസ്തികയാണ്. കാരണം സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല നമുക്ക് നിയമനം വരുന്നത്. കേരള PSCയുടെ ഓഫീസിലുണ്ട്, അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലുണ്ട്. ഇവിടെയൊക്കെ ഉള്ള OAയുടെ തസ്തികയാണ് ഇത്. അപ്പോൾ മറ്റുള്ള തസ്തികകളിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ചുകൂടി ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു തസ്തിക കൂടിയാണിത്. കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, കാരണം ഡിഗ്രി ഉള്ളവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ടാവും. ഇനി രണ്ട്, അത് കഴിഞ്ഞു പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ആ ഒരു 1-2 ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ഒരു കാര്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈ ആണ് ഇപ്പം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പരീക്ഷ എങ്ങനെയാണ്, പരീക്ഷ എങ്ങനെയാണെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണ്ടേ? അറിയണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം, പരീക്ഷ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷ, രണ്ടാമത്തത് മെയിൻസിന്റെ പരീക്ഷ. ആദ്യമേ ഒരു പരീക്ഷ നടക്കും പണ്ടത്തെ പോലെ തന്നെ, അത് പ്രിലിംസിന്റെ പരീക്ഷയും രണ്ടാമതാണ് മെയിൻസിന്റെ പരീക്ഷയും. അപ്പം ആ ഒരു ഡൗട്ടോടെ മാറി. അതായത് എഴുതാൻ പോകുന്ന തസ്തിക, അതായത് സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ 2 ഘട്ടങ്ങളായിട്ട് നമ്മൾ പാസ്സാകേണ്ടത്. ആദ്യമേ നമ്മളൊരു പരീക്ഷ എഴുതുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ മറ്റൊരു പരീക്ഷ എഴുതുന്നു. അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് ഭംഗിയായിട്ട് പൂർത്തിയാകുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, പരീക്ഷ എപ്പോഴാണ്? ആദ്യമേ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ പ്രിലിംസിന്റെ പരീക്ഷയാണ്, പ്രാഥമിക പരീക്ഷയാണ്. സോ ഈ പരീക്ഷ ഡിസംബർ മാസം നടക്കും. കാരണം ഡിസംബർ മാസത്തിലാണ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. PSCയുടെ ആനുവൽ കലണ്ടറിനകത്ത് PSC പറഞ്ഞിരിക്കുന്നത് ഡിസംബർ മാസം വരെ ഉള്ളതിൽ ഉണ്ടാവും പറഞ്ഞത്. ഇപ്പൊ നവംബർ വരെ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഡിസംബറിൽ ഉണ്ടാവും. അപ്പോ LGSന്റെ ഒരു 3 ജില്ലയുടെ പരീക്ഷ നടക്കാനുണ്ട്. അപ്പോ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നവംബർ വരെയുള്ള സ്ലോട്ടാണ് വന്നിരിക്കുന്നത്. ഡിസംബറിന്റെ 1ാമത്തെ ആഴ്ചയോ അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ചയോ അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അവിടെ നമ്മുടെ LGSന്റെ പരീക്ഷ നടക്കും. അത് കഴിഞ്ഞ തൊട്ടടുത്ത ആഴ്ച നമ്മുടെ 10th പ്രിലിംസിന്റെ പരീക്ഷ നടക്കുവാണ്. ഈ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ഉണ്ട്, ലാബ് അസിസ്റ്റന്റ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകൾ. ഇപ്പൊ എല്ലാവരും എഴുതുന്ന പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയും ഒന്ന് ലാബ് അസിസ്റ്റന്റുമാണ്. ഈ 2 പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയാണ് ഡിസംബർ മാസം 2ാമത്തെ ആഴ്ചയോ അല്ലെങ്കിൽ 3ാമത്തെ ആഴ്ചയോ നടക്കും. 4ാമത്തെ ആഴ്ചയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ നിങ്ങളെ ഡെഡ് ലൈൻ നോക്കേണ്ടത് ഡിസംബർ മാസം 10ാം തീയതി ഒരു ഡെഡ് ലൈൻ അങ്ങ് വെക്കുക. ഡിസംബർ മാസം 10 മുതൽ 15 വരെയുള്ള ഡേറ്റ്, അങ്ങനെ ഒരു പ്ലാൻ അങ്ങ് വെക്കുക.
അതായത് 15 ഡിസംബർ മാസത്തിൽ നമുക്കൊരു 10 ദിവസം കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നോക്കിയാൽ മതി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമുക്കിപ്പം സെപ്റ്റംബർ മാസം മൊത്തം ഉണ്ട്. ഇപ്പൊ LDC പരീക്ഷ നമ്മൾ എഴുതി മാർക്ക് കുറവുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തു, പക്ഷേ എക്സാം ഹാളിലെ നല്ല രീതിയിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ ഈ 10th പ്രിലിംസിന്റെ പരീക്ഷ സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ 10th പ്രിലിംസിന്റെ പരീക്ഷ നമുക്ക് അടിച്ചെടുക്കാം. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും നമ്മുടെ മുമ്പിൽ വളരെ നിർണായകമാണ്. അപ്പൊ ഇനിയുള്ള ഓരോ ദിവസങ്ങള് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഉറപ്പുള്ള ആ ഒരു ബോധ്യത്തോടെയായിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര. ഇനി നമ്മുടെ മെയിൻസിന്റെ പരീക്ഷയുടെ ഡേറ്റ് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. സോ ആ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് നോട്ട് എഴുതി എടുക്കുമ്പോൾ നിങ്ങൾ പ്രിലിംസിന്റെ പരീക്ഷയുടെ നോട്ട് തയ്യാറാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത ഡെഡ് ലൈൻ കൂടി ഉണ്ട്. നമ്മൾ ആ പരീക്ഷയിൽ വിജയിക്കും എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ഒരു മാനസികമായിട്ട് നമ്മൾ വലിയൊരു കോൺഫിഡന്റ് ഉണ്ടായിരിക്കണം. ആ പരീക്ഷ ഞാൻ വിജയിക്കും. സോ മെയിൻസിന്റെ പരീക്ഷ നടക്കുന്നത് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടമാണ്. അതായത് 2025 എന്ന് പറയുന്ന വർഷത്തില് നിങ്ങൾക്കൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസത്തെ സമയമാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ പരീക്ഷ തയ്യാറെടുത്തതിന് ശേഷം ഈ പരീക്ഷ നമ്മൾ എഴുതുന്നു. 10th പ്രിലിംസിന്റെ പരീക്ഷ നമ്മൾ ഡിസംബർ മാസത്തിൽ എഴുതി കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ നിങ്ങൾ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ ഈ LDയുടെ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതുപോലെ 100,000 കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതല്ല, അവസരങ്ങൾ, മുമ്പോട്ടുള്ള അവസരങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കണം. 1000 പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവസാനം ഒരു വിജയം ഉണ്ടാകുന്നത്. സോ പരാജയങ്ങളെല്ലാം വിജയത്തിന്റെ ചവിട്ടുപടികളായിട്ടാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ഓരോ പരാജയങ്ങളും നിങ്ങൾ വിജയത്തിലേക്ക് ഉള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ ചുരുക്കി പറഞ്ഞ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കിനി സെപ്റ്റംബർ മാസമുണ്ട്, ഒക്ടോബർ മാസമുണ്ട്, നവംബർ മാസമുണ്ട്. ഒരു 3 മാസം നമ്മുടെ മുമ്പിലെ വരാൻ പോകുന്ന നമ്മുടെ 10th പ്രിലിംസ് സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് 3 മാസത്തെ സമയമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്നുള്ള കാര്യം ഓർമ്മയിലുണ്ടാവണം. ഇനി പരീക്ഷയുടെ ഡെഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം അവസാനം പറയാം. സിലബസിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസ് മൊത്തം 10 ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഓരോ ടോപ്പിക്കിനകത്തുനിന്ന് 10 മാർക്ക് വെച്ച് 10 ടോപ്പിക്കിൽ നിന്ന് 10 × 10 100 മാർക്കിന്റെ ഒരു പരീക്ഷയാണുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം അവിടെ ഇല്ല. നമുക്കുള്ള വിഷയങ്ങളൊക്കെ നോക്കിക്കുക. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നോക്കണം. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം വരുന്നുണ്ട്. 10th പ്രിലിംസിന്റെ സിലബസ് എടുക്കണം. ഇവിടെ നിങ്ങൾക്ക് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒന്നാമത്തെ ടോപ്പിക്ക് കണ്ടോ, 10 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷതകളാണ്, ജോഗ്രഫി ഭാഗമാണ്. കുറച്ച് ഭാഗം മാത്രമേ പഠിക്കാനുള്ളൂ. 10 മാർക്കിന്റെ ചോദ്യമാണത്. തൊട്ടടുത്ത് ഇതും 10 മാർക്കിന്റെ ചോദ്യമാണ്. തൊട്ടടുത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, സാമൂഹികം, സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് 10 മാർക്കാണ്. ചെറിയൊരു ടോപ്പിക്കാണ്, 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉള്ളത്. കണ്ടോ. ഇനി നാലാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ദേശീയ ചിഹ്നം, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ ആ ഒരു ടോപ്പിക്കുകളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതും 10 മാർക്കാണ്. ഇപ്പം വളരെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ നമ്മൾ കടന്നു പോയിരിക്കുവാണ്. ഈ 4 ഭാഗത്തിൽ നിന്ന് 10 മാർക്ക് വെച്ച് 40 മാർക്കിന്റെ ഭാഗമാണ്. അതായത് ഒരുപാട് പഠിക്കാനില്ല, പക്ഷേ ആ പഠിക്കുന്ന സാധനങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. മറ്റ് 5ാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരള ജോഗ്രഫിയാണ്. നദികള്, കായലുകൾ, അതേപോലെ വൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെയുള്ള വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗമാണ്. 10 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിന് മുന്നിൽ പ്രവർത്തിച്ചവരും, ചുരുക്കി പറഞ്ഞാല് കേരള റെനൈസൻസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, കേരള മുന്നേറ്റങ്ങൾ, ആ ഒരു ഭാഗത്ത് നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. അതേപോലെ ഇപ്പം തന്നെ ഏകദേശം 60 മാർക്കിന്റെ കാര്യങ്ങൾ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 60 മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിയുമ്പോൾ
പിന്നെയുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനറൽ സയൻസിനകത്തെ നാച്ചുറൽ സയൻസ്, ബയോളജി. ഈ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മളിപ്പോ നിങ്ങൾ എൽഡിയുടെ പ്രിപ്പറേഷന് വേണ്ടി പഠിച്ച ടോപ്പിക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാ. അത്രയും വേണ്ടെങ്കിൽ പോലും ഇതാണ്ട് ഇത്രയും ഭാഗം, അതായത് 7 ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ബയോളജി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളത്. സോ ബയോളജി അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥം. കണ്ടോ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, വനം, അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ അതുപോലെ കാർഷിക വിളകളെ കുറിച്ചുള്ളത്, അതേപോലെ ഹരിത വിപ്ലവം, രോഗങ്ങൾ, രോഗകാരികൾ, അതുപോലെ വൈറ്റമിൻസ് എന്ന് പറയുന്ന ഭാഗം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗമാണ്. സോ ഇത് നമ്മുടെ അടുത്ത ഭാഗമാണ് ബയോളജി. അപ്പൊ നമ്മൾ സിലബസ് വെച്ച് പഠിക്കുന്ന സമയത്ത് ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പം ഇതാണ്ട് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ടോപ്പിക് എടുത്തു, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായ സവിശേഷത. അതിനകത്ത് ഏറ്റവും ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചതിന് ശേഷം അതിന്റെ കൂടെ തന്നെ ഇതാണ്ടേ 6ാമത്തെ മറ്റൊരു ടോപ്പിക്, അല്ലാതെ അത് ഒരു ടോപ്പിക്ക് പഠിച്ച് അത് മൊത്തം പഠിക്കാൻ നിൽക്കരുത്. ഇപ്പൊ നമ്മൾ ക്ലബ് ചെയ്ത് പഠിക്കണം. ഇവിടുന്ന് ഒരു ടോപ്പിക് എടുക്കുക, അവിടുന്ന് ഒരു ടോപ്പിക് എടുക്കുക. ഇതെല്ലാം ഓരോ 10 മാർക്കിന്റെ ടോപ്പിക്കുകളാണ്. ആണ്ടേ ഇവിടെ നമ്മൾ VT ഭട്ടാതിരിപ്പാടിനെ പഠിച്ചു, ചട്ടമ്പി സ്വാമിയും കൂടെ നമുക്ക് ഇൻട്രസ്റ്റോടുകൂടി നമ്മൾ വായിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ നേരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകൾ പഠിച്ചു. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കേണ്ടത്. അതായത് രാവിലെ 8 മണിക്കാണ് നിങ്ങൾ പഠിക്കാതിരിക്കുന്നെങ്കിൽ 8 to 9 നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്ക്, 9 to 10 താണ്ടെ നേരെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഭാഗം. ഇങ്ങനെ ക്ലബ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. പക്ഷേ അടുത്ത ഒരു 90 ദിവസത്തിനുള്ളിൽ സിലബസ് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കുന്ന രീതിയിൽ പഠിക്കുകയും വേണം. ആ രീതിയിലാണ് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. അടുത്തത്, അപ്പൊ നമ്മൾ ബയോളജി പറഞ്ഞു, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 10 മാർക്കാണ് കേട്ടോ. രണ്ടും കൂടെ ചേർത്തിട്ടാണ് 10 മാർക്ക്. കണ്ടോ, തുടക്കമൊക്കെ ഫിസിക്സ് കെമിസ്ട്രിയാണ് കിടക്കുന്നത്. അവസാനം താപം, ഊഷ്മാവ്, ഊർജം, അതിന്റെ പരിവർത്തനം ഒക്കെ ഫിസിക്സിന്റെ ഭാഗങ്ങളാണ്. സോ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർത്തിട്ട് ഒരു 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. കണ്ടോ, മൊത്തം 12 ടോപ്പിക്കാണുള്ളത്. സോ ഈ 12 ടോപ്പിക്കിനകത്ത് നിന്ന് 10 മാർക്ക്. അപ്പൊ നമ്മൾ ബയോളജിയിലെ ഒരു പോർഷൻ വൈറ്റമിൻസ് പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ കൂടെ 1 മണിക്കൂർ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവൃത്തിയും ഊർജവും പഠിക്കുക. രസകരമായ ടോപ്പിക്കാണ്. അങ്ങനെ ക്ലബ് ചെയ്ത് ഒരു ദിവസത്തെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഒരു 6 ദിവസം കഴിയുമ്പോൾ 7ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ നടത്തി കൊണ്ടുവേണം മുമ്പോട്ട് പോകാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ മാത്സിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയേ, 10 മാർക്കിന്റെ 8 ടോപ്പിക്കാണ്. നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നുമില്ല, ജോമെട്രി ഇല്ല, പലിശയില്ല, ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ല. കണ്ടോ, ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ 10th പ്രിലിംസിന്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെന്റൽ എബിലിറ്റി പോർഷൻ അകത്തേക്ക് വരുമ്പോൾ ഇതാണ്ടേ അവിടെയും ക്ലോക്ക്, കലണ്ടർ അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നുമില്ല. ഇതാണ്ട് അല്ലാതുള്ള 8 ടോപ്പിക്കുകൾ, അതായത് റാങ്കിങ്, ഏജ്, ഈ 2 ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇങ്ങനെ 8ഉം 2ഉം 10 ടോപ്പിക്ക് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ. കണ്ടോ, അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയി പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി മെയിൻസിന്റെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ LD പഠിച്ച ആളുകളല്ലേ, അല്ലെങ്കിൽ LDക്ക് വേണ്ടി തയ്യാറെടുത്തവരല്ലേ, ആ LDയുടെ അതേ സിലബസ് പക്ക, ഒരു മാറ്റവും ഇല്ല. കണ്ടോ, LDയുടെ പക്ക സിലബസ്, ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, കലാകായികം സാഹിത്യം 5 മാർക്ക്, മാത്സിനകത്ത് നിന്ന് 10 മാർക്ക്, കറണ്ട് അഫേഴ്സ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിനകത്ത് നിന്ന് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അതായത് മാത്സ് 10, അതേപോലെ ഇംഗ്ലീഷ് 10, അതേപോലെ മലയാളം 10, കറണ്ട് അഫേഴ്സ് 20. അങ്ങനെ തന്നെയാണ് ഏകദേശം 50 മാർക്ക് വരുന്നത്. LDക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയത്, ആ സെയിം പഠനം ഒരു തവണ കൂടി എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ നിങ്ങളുടെ മുമ്പിലെ ഈ കഴിഞ്ഞു പോയ LDയുടെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണോ ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് ആ ഭാഗങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. സ്വാഭാവികമായിട്ടും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ പരീക്ഷ എഴുതി, അതിനുശേഷം തൊട്ടടുത്ത ജില്ലയുടെ പരീക്ഷയുമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സാമ്യത വരുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. കാരണം നമ്മളത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു, അങ്ങനെ വർക്കൗട്ട് ചെയ്ത് മുമ്പോട്ട് പോകണം. അല്ല നമ്മൾ പഠിച്ചതേ പരീക്ഷയ്ക്ക് ചോദിക്കൂ അങ്ങനെ നിർബന്ധം പിടിക്കരുത്. കാരണം GK ആണ്, ഒരുപാട് മേഖലകളാണുള്ളത്. സോ എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ അത് ചോദിക്കാം. പക്ഷേ പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പഠിച്ചതൊന്നും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമല്ല, മുമ്പോട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ് നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, എവിടുന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഓരോ ദിവസം എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, സാറേ ഞങ്ങൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ആളുകളാണ്,
അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. 10th പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബാച്ചാണ്. വരാൻ പോകുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് OA, ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുവാൻ വേണ്ടി ഇതുപോലെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടും സോ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഡെയിലി പരീക്ഷകളും കൃത്യമായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ഒരു മെന്റർ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ്, നിങ്ങൾക്ക് പരീക്ഷ വരെയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ ലെവലിൽ വേണമെങ്കിലും പോകാൻ പറ്റുന്ന രീതിയിലും, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണമെങ്കിൽ റിവിഷൻ ലെവലിൽ വേണമെങ്കിൽ പോകാം. തുടക്കക്കാർക്ക് ഇതൊരു അങ്ങേയറ്റം ഏറ്റവും നല്ലൊരു അവസരമാണിത്. സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലെ കോൺടാക്ട് ചെയ്യാൻ, ബോർഡ് നമ്പർ അവിടെ ഉണ്ട്, 8590202323 എന്ന് പറഞ്ഞ നമ്പറിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വലിയൊരു സാധ്യതയാണ്, തള്ളിക്കളയരുത്. സോ നന്നായിട്ട് പഠിച്ചുകൊണ്ട് 2025 നടക്കുന്ന ഈ ഒരു പരീക്ഷ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നമ്മുടെ പേര് ആദ്യത്തിനകത്ത് ഉണ്ടാകണം. തൊട്ടടുത്ത വർഷം 2026, 2027 വർഷങ്ങളിലൊക്കെ നമ്മൾ ഒരു സെക്രട്ടേറിയറ്റിലെ OA ഉദ്യോഗസ്ഥനായിട്ട് മാറണം. സോ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ തുടക്ക സ്റ്റെപ്പാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സജഷൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.